ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ 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 നാരായണ. ശ്രീമദ് ഭഗവത്ഗീത അതിൻ്റെ പരിഭാഷ പോലെ എഴുതിയത് പാരായണം ചെയ്യണു. 4-ാമത്തെ അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗം ആണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. അത് ഭഗവത്ഗീതയിലെ 42 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞിരിക്കുന്നു. ഞാനത് 46 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞിരിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ. ഓം. ശ്രീ ഭഗവാനുവാച. ഓം. ജ്ഞാനയോഗം കർമ്മയോഗവും ചൊല്ലി ഞാൻ ആദിത്യനോടായി സനാതന ധർമ്മവും വർണ്ണാശ്രമധർമ്മം ഭക്തിയോഗം ഇനൻ വൈവസ്വതനും മനു സ്വന്തം പുത്രനും ഇക്ഷ്വാകു തൊട്ട നൃപരും ഋഷികളും പുത്രപൗത്രർ പാഠം ചെയ്തു പലവിധം ചൊല്ലിക്കൊടുത്തതിൻ അർത്ഥം ഗ്രഹിക്കലും വേണ്ടത്രയായില്ല, നഷ്ടമായി മൂലവും. യോഗമാർഗങ്ങൾ അതിൻ്റെ വിശുദ്ധിയും പണ്ടു പറഞ്ഞത് നിന്നോടു ചൊല്ലി ഞാൻ, ഗൂഢരഹസ്യവും മർമ്മലക്ഷ്യങ്ങളും ചോരാതെ വ്യാഖ്യാനം ചെയ്തു നിയമമായി. അർജുനൻ പറഞ്ഞു, അങ്ങിപ്പോൾ ജാതനായി സൂര്യൻ അനാദിയും അങ്ങെങ്ങനെ ഹരേ ചൊല്ലി ഇതാദ്യമായി സൗരയൂഥത്തിനധിപതി അർക്കനെ സൃഷ്ടിക്കു മുമ്പങ്ങ് കണ്ടതും അത്ഭുതം. ശ്രീ ഭഗവാനുവാച. അർജുന, ജന്മം പലതും കഴിഞ്ഞുപോയി നമ്മൾക്കിരുവർക്കും മറ്റുള്ളവർക്കൊക്കെയും. ഓർക്കുന്നു ഞാൻ എൻ്റെ സർവജന്മങ്ങളും, ഈ ജന്മം മാത്രം അറിയുന്നു നിങ്ങളും. ഇല്ലാ ജനനവും കർമ്മവും നാശവും പ്രാരബ്ധം ബന്ധം ഫലം എനിക്ക് സഖേ. പാലിക്കുവാൻ ഭക്തസാത്വിക രക്ഷകൻ ഞാൻ എൻ്റെ ഇച്ഛയ്ക്ക് സ്വീകരിക്കും തനു. എപ്പോഴൊക്കെ ധർമ്മനാശം ഭവിക്കുമോ, എപ്പോൾ അധർമ്മം അധികം വളരുമോ, സജ്ജനം ഭക്തരും പീഡിതരാകുമോ, അപ്പോൾ അവതാരം ചെയ്യും ഞാൻ നിശ്ചയം. സജ്ജന രക്ഷയും ദുഷ്ടത തീർക്കലും ധർമ്മം നിലനിർത്താൻ ചെയ്യും യുഗങ്ങളിൽ. തീർക്കും രജസ്തമം എന്നുടെ ലീലയാൽ, സാത്വിക ഭാവം ഉയർത്തും മമേച്ഛയാൽ. എന്നുടെ ദിവ്യ അവതാരം കർമ്മവും താത്വികമായി അറിയുന്ന ഭക്തരെ ബ്രഹ്മമായി കണ്ടെന്നെ പൂജിക്കും മർത്യരെ മുക്തരാക്കും പുനർജന്മമില്ലാതെ ഞാൻ. കാമം ഭയം കോപം ചീത്തകളൊക്കെയും വിട്ടിട്ടൻ ലീലയിൽ ചിത്തമുറയ്ക്കുകിൽ. എന്നുടെ ഭക്തർ അനന്യ ശരണരായി എന്നെ ഉപാസിച്ച് ജ്ഞാനത്തെ നേടിയോർ. കൃച്ഛ്ര തപസ്സിനാൽ ശുദ്ധരായി തീർന്നവർ, ആഗ്രഹപൂർത്തി ലഭിച്ചു സുഖിച്ചവർ. എന്നുടെ ഭാവത്തിൽ തന്നെ എത്തിയവർ മുക്തരായി എന്നിൽ ലയിച്ചു ധനഞ്ജയ. എൻ്റെ മാർഗത്തെ അനുസരിക്കുന്നവർ എൻ്റെ അനുഗ്രഹം നേടുന്നു സർവഥാ. ചെയ്യുന്ന കർമ്മത്തിൻ കൂലി ഇച്ഛിക്കുവോർ ഇന്ദ്രാദിദേവഗണത്തെ ഭജിച്ചിടും. മർത്യരാൽ ചെയ്യുന്ന സത്കർമ്മ സത്ഫലം വേഗം ലഭിക്കും കലിയുഗത്തിൽ സഖേ. 3 ഗുണങ്ങളാൽ നാനാത്വം കാട്ടി ഞാൻ 4 വർണ്ണങ്ങളും ഉണ്ടാക്കി പാരിതിൽ. ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യരും ശൂദ്രരും ചെയ്യുന്നു വേദം വിധിച്ച പോൽ വൃത്തികൾ. സാത്വികർ ബ്രാഹ്മണർ താമസർ ശൂദ്രരും സത്വരജസ്ക്ഷാത്രം വൈശ്യർ രജസ്തമർ. സൃഷ്ടിച്ചു ഞാനിത് കർത്താവായില്ല ഞാൻ, അവ്യയൻ നാശരഹിതൻ പരംപുമാൻ. എന്നെ ബാധിക്കില്ല കർമ്മം അതിൻ ഫലം, നേടേണ്ട എന്നിൽ നിന്നുണ്ടായതാകയാൽ. ബ്രാഹ്മണർ എൻ മുഖം ക്ഷത്രിയർ കൈകളും വൈശ്യർ തുട പാദം ശൂദ്രരൻ മേനിയിൽ. ബ്രഹ്മചര്യം ഹൃദി ഗാർഹസ്യൻ നാഭിയും വാനപ്രസ്ഥം മാറിൽ സന്യാസമെൻ ശിരസ്. ഇങ്ങനെ പൂർവികർ കർമ്മികളായി സദാ എന്നെ സേവിച്ചു എന്നംഗങ്ങളാകയാൽ. ജ്ഞാനി മുമുക്ഷുക്കൾ ശുശ്രൂഷുവായി സ്ഥിരം, നീയും അതുപോൽ സ്വധർമ്മത്തെ ചെയ്യണം. കർമ്മമെന്തെന്നതറിയാതെ സൂരികൾ തെറ്റിദ്ധരിച്ചു അകർമ്മം വികർമ്മവും.
മോഹിതരായി മമ ഭക്തരും സർവരും മായയാൽ ജീവാത്മാബന്ധം മറന്നിവർ. സംശയം തീരുവാൻ ആപത്തു നീങ്ങുവാൻ ചൊല്ലിത്തരാം കർമ്മമെന്ത് അകർമ്മവും. വേദവിധി കർമ്മം എന്നെ അറിയലും ലക്ഷ്യം നിയമം ഇവ കേട്ടു ചെയ്യണം. വേദനിഷേധം വികർമ്മം വിരോധമായി പാഖണ്ഡമായി പോലും ചെയ്യരുതർജുന. പാടില്ല കർമ്മത്തെ ചെയ്യാതിരിക്കലും കർമ്മഗതിയും നിഗൂഢമാണ് സഖേ. ദേഹം പ്രവൃത്തികൾ ചെയ്യുമ്പോഴൊക്കെയും സാക്ഷിയായി ജീവൻ അകർമ്മിയാണ് സദാ. ഞാനൊന്നും ചെയ്തില്ല എന്നുറപ്പിച്ചവർ ശ്രേഷ്ഠരാണ് നിത്യം അന്യോപകാരികൾ. നിഷ്കാമരായി കർമ്മം ചെയ്യുന്നിവരുടെ കർമ്മം ദഹിപ്പിക്കും ജ്ഞാനാഗ്നിയിൽ സ്ഥിരം. കർമ്മബന്ധം വരാതിങ്ങനെ ചെയ്യുവോർ പണ്ഡിതർ തൃപ്തൻ സുഖിയുമാണ് തഥാ. ആസക്തിയില്ലാതെ നിസ്സംഗനായി സുധി കർമ്മിയാണെങ്കിലും തിന്നില്ലതിൻ ഫലം. വൈരാഗ്യം കൊണ്ടിവർ നേടും ശമം ദമം സ്വീകരിക്കില്ല ഫലങ്ങൾ മനം തനു. പ്രാരബ്ധം തീർക്കാൻ ഈ ദേഹത്തെ കാത്തിടും സ്വീകരിക്കും ഫലം ഏശില്ല ജീവനെ. കിട്ടുന്നതു കൊണ്ടു തൃപ്തരാകും ഇവർ ദ്വന്ദ്വം കടക്കും വിഷയവൈരാഗിയായി. ശീതോഷ്ണം ദുഃഖം സുഖം അവമാനവും ഭോജനം മാനം മണം കേൾവി കാഴ്ചയും ഇഷ്ടം അനിഷ്ടം വിവേചനം വിട്ടിടും ബദ്ധനല്ല ഇവനില്ല പരിഭവം. ബന്ധങ്ങളൊപ്പം വിഷയസംഘങ്ങളും കാമക്രോധാദി വിപരീത ദോഷവും തീർത്തും വിടയണം ഭജനം നടത്തണം. ഈശനെ നന്നായി അറിയാൻ ശ്രമിക്കണം. ഈശനു വേണ്ടി നാം കർമ്മങ്ങൾ ചെയ്യണം. കിട്ടും ഫലവും സമർപ്പിക്കുകിൽ നരൻ മുക്തനാകും കർമ്മവാസന വിട്ടിടും ജ്ഞാനം ഉറച്ചിടും ബ്രഹ്മജ്ഞനായിടും. ഈശനു വേണ്ടി നാം കർമ്മങ്ങൾ ചെയ്യണം. കിട്ടും ഫലവും സമർപ്പിക്കുകിൽ നരൻ മുക്തനാകും കർമ്മവാസന വിട്ടിടും ജ്ഞാനം ഉറച്ചിടും ബ്രഹ്മജ്ഞനായിടും. യാഗവസ്തുക്കൾ സ്രുവം ഹവിസ്സുകൾ ഹോമകുണ്ഡം ഹോതാവ് യജ്ഞഭോക്താവ് തഥാ. അഗ്നി യജമാനൻ എത്തേണ്ട ലക്ഷ്യവും ബ്രഹ്മമാണ് ചെയ്യും കർമ്മവും കാലവും. ഇന്ദ്രാദിദേവഗണങ്ങളെ ഈശനായി കണ്ടു സേവിക്കും വരം നേടും സാത്വികർ. കർമ്മഫലം നേടാൻ ചെയ്യും സകാമികൾ ഒപ്പം സുഖിക്കും ഭുജിക്കും ഭവാർണവം. അന്യർ ചിലർ ജ്ഞാനം കൊണ്ട് സ്വജീവനെ അഗ്നിയാം ബ്രഹ്മത്തിൽ അർപ്പിക്കുന്നു സ്വയം. കണ്ടാലും കേട്ടാലും ഗൗനിക്കില്ല ചിലർ തീറ്റ തൊടൽ ഭോഗം യാന്ത്രികമായി ചിലർ. ശബ്ദാദിഭോഗങ്ങൾ ഇന്ദ്രിയങ്ങൾ വഴി തത്സമയം വിടും ഓർത്തുവെക്കില്ലിത്. വേറെ ചിലർ ജ്ഞാന കർമ്മേന്ദ്രിയങ്ങൾ തൻ വൃത്തികൾ പ്രാണന്റെ ഓജസ്സിനേകിടും. ദേഹേന്ദ്രിയ പ്രാണചിത്തത്തിൻ വൃത്തികൾ നന്നായി അടക്കിയാൽ ജ്ഞാനികൾ മുക്തരായി. ദാനം വ്രതം തപസ് ചാന്ദ്രായണാദികൾ ആഹാരവർജനം അഷ്ടാംഗയോഗവും. ആചാരം നിഷ്കാമം നിഷ്ഠയായി ചെയ്യുവോർ വേദതത്വാർത്ഥം ഉപനിഷത്സാരവും നന്നായി ഗ്രഹിച്ച് മനമടക്കുന്നവർ മോക്ഷത്തെ പ്രാപിക്കും ബന്ധവിമുക്തരായി. അഷ്ടാംഗയോഗ വിധിപ്രകാരം ചിലർ പ്രാണൻ അപാനനിൽ ചേർക്കും അപാനനെ. പ്രാണനിൽ പിന്നെയും പ്രാണായാമം വഴി പ്രാണങ്ങൾ 10 നിയന്ത്രിക്കും സാധകൻ. ആഹാരമേറെ നിയന്ത്രിച്ചു തിന്നിടും ഇന്ദ്രിയവ്യാപാരം സ്വാധീനമാക്കുവാൻ. യാഗഹോമാദികൾ ചെയ്തു പാപങ്ങളെ തീർക്കും പ്രസാദത്തെ മാത്രം ഭുജിക്കുകിൽ. ഹോമസമ്പാദവും നൈവേദ്യം തീർത്ഥവും മാത്രം കഴിക്കും ശമം ദമം നേടുവാൻ. പുണ്യകർമ്മം ചെയ്യാൻ ലോകസുഖം വിടും പാലിക്കും വേദവിധി ദൃഢചിത്തനായി. വേദത്തിൽ യജ്ഞവിധി കുറേയുള്ളതിൽ കർമ്മം അതിൻ ഫലം ആരാർക്കു ചെയ്യണം. കാലദേശം ദ്രവ്യലക്ഷ്യത്തിൻ ശുദ്ധിയും കാരണം ദൈവം വരം ഗുണദോഷവും. ദ്രവ്യങ്ങളെ കൊണ്ട് ചെയ്യുന്ന യാഗവും ശുദ്ധി പോരായ്കയാൽ സിദ്ധി കുറഞ്ഞിടും. ജ്ഞാനയജ്ഞം ചെയ്താൽ പുണ്യമാണേറെയും പാപം ഭവിക്കില്ല ശ്രേഷ്ഠം ഫലം തരും. വേദം പുരാണം ഉപനിഷത് ശാസ്ത്രവും പാരായണം ചെയ്യാം 2 ഇതിഹാസവും.
ചോദ്യോത്തരങ്ങൾ നമസ്കാരം ദക്ഷിണ നേദ്യം പരിചര്യ കീർത്തനം നാമവും കൊണ്ടുമീ ബ്രഹ്മത്തെ എങ്ങറിയും നരൻ തെറ്റായ ധാരണ നീക്കാം വികർമ്മവും ഈശനെ കാണാൻ കഴിയുമെല്ലാറ്റിലും ഈശനിലെല്ലാമുണ്ടെന്നുള്ള തത്വവും തന്നിലെ ഈശ്വരൻ ഈശനിൽ തന്നെയും കാണാൻ കഴിയും മനം ശുദ്ധമായിടും പാപികൾ കൂടിയേ ജ്ഞാനമാം തോണിയിൽ കേറി ഭവൻ താണ്ടും ജന്മം കളഞ്ഞിടും കത്തുന്ന തീയിൽ വിറകരിയുന്ന പോൽ ജ്ഞാനാഗ്നിയിൽ കർമ്മം തീർത്തും ദഹിച്ചിടും നാമജപം കർമ്മവാസന തീർത്തിടും കർമ്മയോഗം കൊണ്ട് ശുദ്ധനായി തീർന്നിടും തന്നിൽ സ്വയം താൻ ലയിപ്പിക്കും ജീവനെ കാലത്താൽ വിശ്വാസി സദ്ഗുരുവാക്കിനാൽ ഇന്ദ്രിയ കാമങ്ങൾ തീർത്തും നശിച്ചിടും ജ്ഞാനിക്ക് ശാന്തി ലഭിക്കും ദ്രുതം സഖേ അജ്ഞാനി അശ്രദ്ധൻ സംശയാത്മാഖലൻ ലോകസുഖം പോലും നേടില്ല നിശ്ചയം പിന്നെ പരലോകം കാണില്ല പാമരൻ ദേഹമനസ്സുഖം നഷ്ടമാക്കും ദൃഢം ബ്രഹ്മത്തിലർപ്പിത ചിത്തനായി ജോലികൾ ചെയ്യണം കർമ്മയോഗി ഫലത്യാഗിയായി സംശയം ജ്ഞാനത്താൽ തീർക്കണം പുണ്യവാൻ ആത്മാവിൽ ചിത്തമുറപ്പിക്കണം സ്ഥിരം യോഗിയായി ഭക്തനായി ജീവൻ മുക്തൻ സദാ ചിത്തസ്ഥനെ നിത്യം പോഷണം ചെയ്യണം ജ്ഞാനവും ഭക്തിയും കൊണ്ടുള്ള വാളിനാൽ ദ്വന്ദ്വം കടക്കണം യുദ്ധം നീ ചെയ്യണം. ശ്രീ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഗീതാപാഠം ഹരിഗീതം ജ്ഞാനകർമ്മ സന്യാസയോഗം അധ്യായം 4 സമാപ്തം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ.